മടവൂരിനെ അങ്ങോട്ട് പൊക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ലോകത്താകെ നിയന്ത്രിക്കുന്നത് മടവൂരാണ്. അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടവൂർ ഇങ്ങനെ നിയന്ത്രിക്കുക. അങ്ങനെ തന്നെടോ, അങ്ങനെ തന്നെ അള്ളാഹുവാണ് എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നത്. അവൻ അവന്റെ ആളുകളിലൂടെയാണ് ആ നിയന്ത്രണം നടത്തുക. അങ്ങനെ നിയന്ത്രിച്ച ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ നിയന്ത്രിച്ച ആളാണ് ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജിലാനി, ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി, ഖുത്ബുൽ മജീദ് മീറാൻ ഷാവുൽ ഹമീദ് നഹൂരി. ആ പരമ്പരയിൽ മടവൂർ വന്ന വെള്ളി നക്ഷത്രമാണ് ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ. അത് എഴുതി വെച്ചത് നിങ്ങൾ തന്നെയാണ്. മുദബ്ബിറുൽ ആലം എഴുതി വെച്ച നിങ്ങളാ. അപ്പൊ അതിന് മുമ്പ് ആരാണോ ആ സീറ്റിൽ ഇരുന്നവരാണ്. അത് പറയേണ്ടില്ല. ഇയാൾ പോയതിന് ശേഷം മോൻ സിറാജുൽ ഹുദ നിയന്ത്രിക്കുകയാണ്. അപ്പൊ ചോദിക്കാണ്, ഇയാൾക്ക് ചെയ്യാൻ അങ്ങനെ ആൾ മുമ്പ് വാപ്പുണ്ട്. ഇതല്ലേ അവസ്ഥ? അതാർക്കും അറിയാത്ത. ആ ഭൗതികമായി തന്നെ അങ്ങനല്ലേ. പിന്നെ ഇവിടെ പ്രത്യേകം പറയേണ്ടതുണ്ടോ? മടവൂരിനാണ് മടവൂരിനെ ഉയർത്തിയത് അല്ലാഹുവാണ്. അതാണ് ആ വഴിക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിർത്താൻ പറ്റുമെങ്കിൽ സർക്കുലർ ഇറക്കിയിട്ട് നിങ്ങൾ മക്കാമ് പുതിയതുണ്ടാക്കിയിട്ട് വരുത്തിയ ആളുകളെ നടക്കൂല. പല ആഗ്രഹവും ഒക്കെ ഉണ്ട്. ഇതിലെങ്ങനെ വരുമ്പോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാരന്തൂരം നിന്ന് ഇറങ്ങുക, അപ്പോഴത്തെ കൈത, അതൊന്നും നടക്കാൻ പോണില്ല. ഇത് ശൈഖുൽ മശായിഖാണ്. അവിടുത്തെ അടിമയായി ജീവിച്ചോളണം. ഇല്ലെങ്കിൽ ആദർശപരമായി ഇരുത്തേണ്ടടുത്ത് ഞങ്ങൾ ഇരുത്തനെയും. ശൈഖുൽ മശായിഖിന്റെ മുകളിലൊന്നും പോകാൻ ആരെയും തൽക്കാലം ഞങ്ങൾ സമ്മതിക്കൂല.